നടൻ അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പുഷ്പ 2 റിലീസിംഗ് ദിവസത്തിൽ മരിച്ച രേവതിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. വീടിന് നേരെ കല്ലും തക്കാളിയും എറിഞ്ഞു. അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. రాళ్లు రువ్వుతున్న పరిస్థితి అయితే కనిపిస్తుంది. ఎందుకంటే శ్రీతేజ కుటుంబానికి న్యాయం చేయడంలో అల్లు అర్జున్ విఫలమయ్యారు. అల్లు అర్జున్ నివాసంలోకి అటు సెక్యూరిటీ సిబ్బంది వాదించడంతో పెద్ద ఎత్తున ధ్వంసం చేసి అల్లు అర్జున్ నివాసంలోకి అటు సెక్యూరిటీ సిబ్బంది వాదించడంతో పెద్ద ఎత్తున ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ അക്രമികൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ? നടന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? സജിത, നിലവിൽ ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ആക്രമണം എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഇന്ന് രാവിലെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അല്ലു അർജുൻ ഈ ആളുകളുടെ സുരക്ഷയാണ് പ്രധാനം, സിനിമ പ്രൊമോഷൻ അല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്ര വലിയ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ അല്ലു അർജുന്റെ വീടിന് നേരെ കല്ലേറും, അതുപോലെ തക്കാളി കൊണ്ട് എറിയുന്നു, ചെടിച്ചട്ടികൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ പുഷ്പ 2 ഡിസംബർ 4-ാം തീയതിയാണ് പുഷ്പ 2ന്റെ റിലീസ് ഉണ്ടാകുന്നത്. അതിനായി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയപ്പോൾ തിക്കും തിരക്കിലും പെട്ടായിരുന്നു ഈ രേവതി എന്ന് പറയുന്ന യുവതി മരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങളിലേക്കൊക്കെ പിന്നീട് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് ഒരു ദിവസം അല്ലു അർജുന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് പോയി. അതിനുശേഷം ജാമ്യം ലഭിച്ചെങ്കിൽ കൂടി ആ ഉത്തരവ് കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അല്ലു അർജുൻ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുന്നു. അത്തരം നാടകീയ സംഭവങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ടുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലു അർജുന് വീടിന് നേരെ ഉണ്ടാകുന്നത്. ഈ രേവതിക്ക് നീതി ലഭിക്കണം, നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആക്രമികൾ ഇത്തരത്തിലുള്ള ഒരു കല്ലേറുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ DGPയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഡിസംബർ 4-ന് അന്ന് തന്നെ വലിയ രീതിയിലാണ് ഈ തിക്കും തിരക്കുണ്ടായത്. അല്ലു അർജുൻ നേരത്തെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്നും അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ മർദ്ദിച്ചതോടുകൂടിയാണ് പോലീസ് ലാത്തി വീശിയതെന്നും അടക്കം പോലീസ് തന്നെ
പിന്നീട് കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അതിനൊക്കെ പിന്നാലെയാണ് ആ ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പുഷ്പ 2 എന്ന ചിത്രം വലിയ രീതിയിൽ വിജയമായതും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിടയിലായിരുന്നു പിന്നീട് അല്ലു അർജുന്റെ അറസ്റ്റ്. ആ സമയത്തും ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കൂടി ഈ അല്ലു അർജുനെ ചൂഷണം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അല്ലു അർജുനെ വലിച്ചിഴക്കുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അല്ലു അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവർ അത്തരം പരാമർശങ്ങളും ആരോപണങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലു അർജുന്റെ വീടിന് നേരെയും ഉണ്ടാകുന്നത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. നടന്റെ പ്രതികരണമൊന്നും ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.